കൊളായിപ്പാലം ബീച്ചിൽ കല്ലുമ്മക്കായി പറിക്കാൻ പോവുകയാണ്. അവിടെ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പറയാൻ നേട്ടതെന്ന് ചെന്ന് നോക്കാം അല്ലേ. ഏകദേശം 3-4 ദിവസം മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. എഡിറ്റ് ചെയ്യാൻ ഇത്തിരി വൈകിപ്പോയത് കൊണ്ട് തന്നെ പബ്ലിഷ് ചെയ്യാനും ഇത്തിരി അങ്ങോട്ട് വൈകിപ്പോയി. കൊളായിപ്പാലം കടപ്പുറത്ത് കല്ലുമ്മക്കായ് ചാകരണ്ടെന്ന് പറഞ്ഞിട്ട് കുറ്റിയും പറിച്ച് പോകുന്നതിന്റെ ഒരു വീഡിയോ ആണിത്. വടകരക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ കൊളായിപ്പാലം കടപ്പുറത്ത് കല്ലുമ്മക്കായ് പറിക്കാൻ പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കൊളായിപ്പാലം കടപ്പുറത്ത് കല്ലുമ്മക്കായ് പറിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളിത് കാണുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാൻ. ട്വിസ്റ്റ് ഉണ്ടേ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം 4:30 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ കൊളായിപ്പാലം കടപ്പുറത്തേത്. ഹലോ ഗൈസ്, കൊളായിപ്പാലം ബീച്ചിൽ കല്ലുമ്മക്കായ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കല്ലുമ്മക്കായാണ് ഗൈസ്, നിങ്ങൾ കണ്ടോളൂ. നാട്ടുകാരെ, നിങ്ങൾ ഇത് മുഴുവൻ തീർക്കല്ലേ, ഞങ്ങളും വന്നിട്ടുണ്ടേ, കുറച്ച് ഞങ്ങൾക്കും തരണേ എന്നുള്ള രീതിയിലാണ് ഭവീച്ചി സാൻഡ്രിയും കൂടെ ഓടുന്നത്. എങ്ങോട്ടേക്കുള്ള ഓട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിന്റെ ഒക്കെ ട്വിസ്റ്റ് അവസാനം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ എല്ലാവരുടെ കയ്യിലും കല്ലുമ്മക്കായ ഉണ്ട്. കയ്യിൽ മാത്രമല്ല, ചാക്കിലാണ് ഓരോരുത്തർ പറിച്ചു കൊണ്ടുപോകുന്നത്. അവിടുന്ന് കുറെ പേര് ചെറിയ ചെറിയ കല്ലുമ്മക്കായ ആയതുകൊണ്ട് അതിൽ തീരെ പൊടിയായത് മാറ്റി വെച്ചിട്ട് ഒരുവിധം വലുപ്പമുള്ളത് എടുത്തെടുത്ത് വെക്കുകയാണ് കേട്ടോ. ഈ കല്ലിട്ടിരിക്കുന്നതിന്റെ താഴെ നിന്നാണ് കേട്ടോ എല്ലാവരും പറിക്കുന്നത്. അപ്പൊ ഞങ്ങളിത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഭവീച്ചും പിള്ളേരും കൂടെ കയറുന്നതാണ്. പിള്ളേർ അങ്ങോട്ട് താഴോട്ടേക്ക് ഇറക്കുന്നില്ല. അവിടെ അന്ന് പോലീസ് നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ പിള്ളേരോട് ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും വസും ഉണ്ട്. വസു എന്നെ കണ്ട കരയുന്നതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും വസുവിനെയും കൊണ്ട് മാറി നിന്നിട്ടാണ് ഉള്ളത്. അപ്പൊ ഇവരോട് ഇവിടെ ഇരുന്നോ, ഞാനും ഭവീച്ചും താഴെ ഇറങ്ങിയിട്ട് പറിക്കും എന്നുള്ള രീതിക്കൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കൂടെ ലാലോടുണ്ട്. ലാലോട് പക്ഷേ പോകുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങില്ല, ഞാൻ നനയില്ല, പിന്നെ തീരെ പൊടിയായത് കൊണ്ട് തന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, വെറുതെ പറിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലോയുടെ മുന്നേ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഭവീച്ചാണ് ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ ഇതാ കലട്ടീന്മ കൂട്ട താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അവിടുന്ന് ഇപ്പൊ ലാലോന്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് അദ്ദേഹം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. അതിനുശേഷം ഞാനും ഭവീച്ചും ഇറങ്ങാൻ നോക്കുകയാണെ. അപ്പൊ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നോക്കി. പക്ഷേ ഞങ്ങൾക്കത് സാധിച്ചില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് ഭയങ്കര പേടിയും, രണ്ടാമത് ആ കല്ലിനൊക്കെ നല്ല വഴുക്കലായിരുന്നേ. നമ്മൾ വിചാരിച്ചതുപോലെ അത്രക്കങ്ങോട്ട് ഈസി ആയിരുന്നില്ല കാര്യങ്ങൾ. ഒന്നും കിട്ടിയില്ല. അയ്യോ, കടയിൽ കളിക്കണ്ടേ? കളിക്കുടിഞ്ഞിങ്ങനെ കരയുന്ന കാപ്പി 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 എടിയ സഞ്ചി എടി വെച്ച് ചാക്ക് തലയിൽ നോക്കണ്ടിട്ട് വെച്ചിട്ടില്ല. എന്റെ ചാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി കൊണ്ടുവന്നിട്ട് ചാക്ക് അതിനകത്ത് കാറ്റാൻ 5 കിലോ കിട്ടിയിരിക്കുന്നു. പക്ഷേ 0 പോലും കിട്ടിയിട്ടില്ല. എന്തായാലും വന്നതല്ലേ, തോറ്റു പിന്മാറണ്ടെന്ന് വിചാരിച്ചിട്ട് കല്ലിന്റെ മുകളിൽ കൂടെ ഇറങ്ങാണ്ട് തിരേന്റെ സൈഡിൽ കൂടെ പോയിട്ട് അവരെല്ലാവരും പറിക്കുന്നിടത്ത് പോയിട്ട് പറിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ഒരു ശ്രമം കൂടെ നടത്തി നോക്കിയേ. ഞങ്ങൾ പോകുന്നത് കാണുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ഒന്നും കിട്ടാതെ പോയവര് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഈ സൈഡിൽ ഊട്ടെ അവിടെ എത്താന്നുള്ള രീതിക്കാണ് ഞാനും ഭവീച്ചും കൂടെ പോകുന്നത്. കയ്യിൽ സഞ്ചിയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരു കളി കളിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ ഇത്തിരി ഒന്ന് നടന്നു നോക്കി, പക്ഷെ നമ്മൾ അങ്ങോട്ട് താഴ്ന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ മനസ്സിലൊരു പേടിയായി, കാരണം എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി. പിന്നെ വേണ്ടാന്ന് വിചാരിച്ച്, മനസ്സുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച് അപ്പോൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ പോകുന്നു കേട്ടോ. ഞങ്ങൾ ഒന്നൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പിന്നെ വരുന്നത് കല്ലുകളാണ്, ഈ പൂഴി മാറിയിട്ട് കല്ലുകളാണ് പൊങ്ങി പൊങ്ങി വരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങ് വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോന്നു. അച്ഛനും അമ്മയും വസും കുറച്ച് ഇങ്ങോട്ടായിരുന്നേ ഉണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ സഞ്ചി നിറച്ച് അല്ലെങ്കിൽ കൊട്ട നിറച്ചും കല്ലുമ്മക്കായ് കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവർ. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ലാസ്റ്റ് ഒരു ശ്രമം കൂടെ നടത്തി നോക്കാന്നുള്ള രീതിയിൽ വീണ്ടും പോയി നിന്ന് കേട്ടോ. കല്ലിന്റെ മുകളിൽ തന്നെ ഒരു തരത്തിലും താഴോട്ടേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ഉള്ളവർ കുറെ പേര് സഹായിച്ചു കേട്ടോ, നിങ്ങൾ ഇറങ്ങിക്കോ ഞങ്ങൾ പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്തോ പേടി കൊണ്ടാണെന്ന് തോന്നുന്നു ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ചു നേരം കടലൊക്കെ ആസ്വദിച്ച് പിള്ളേർക്ക് കുറച്ചു നേരം ബീച്ചിലൊക്കെ കളിച്ച് അങ്ങനെ ഞങ്ങളിങ്ങ് പോന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു കൊളായിപ്പാലത്തെ വിശേഷങ്ങൾ. കല്ലുമ്മക്കായില്ല, ഒന്നുമില്ല.
അപ്പൊ പരസ്യത്തിന് പിന്നാലെ പോറെന്ന് പറയുന്ന കാര്യം ഇതാണ്. ഇത്രയും ഗതികെട്ടവൻ വേറെ ഇല്ലല്ലോ എന്നുള്ള ചോദ്യവുമായിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ. ഗതികേട് കൊണ്ട് ഇതാ സബ്സ്ക്രൈബ് ചെയ്യിക്കുകയാണ്. ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചാനൽ ചെയ്യിക്കുകയാണ്. വരുന്ന വഴിയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ കുറ്റിയാടി എന്ന് കല്ലുമ്മക്കായ് പറിക്കാൻ വന്ന കുറച്ച് പിള്ളേരെ കണ്ട് കയ്യോടെ കൂടി അവരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.